150 രൂപയ്ക്ക് നടുവേദന മാറാൻ 100 മില്ലി ഒറ്റമൂലി കൊടുത്ത് ഹീറോ ആയവനല്ല താൻ കൊടുത്ത എല്ലാ ഒറ്റമൂലിയിലും അടിച്ചു പൂസാവേണ്ട മദ്യമൊഴിച്ചു കൊടുത്ത ഹീറോ ആണ് റോക്കി ജിതിൻ. ഒറ്റമൂലിയിൽ മദ്യമൊഴിച്ച് വിൽപ്പന നടത്തിയ റോക്കി ഭായ് എന്ന റോക്കി ജിതിനാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. നടുവേദന മാറാനെന്ന് പറഞ്ഞാണ് അനധികൃതമായി ചാരായം വിൽപ്പന ആശാൻ തൊഴിലാക്കിയത്. ക്രിസ്മസ് അടുത്തതോടെ ആശാന്റെ ചാരായം വിൽപ്പന പൊടി പൊടിക്കുന്നതിനിടെയാണ് പിടിവീണതും. പള്ളിപ്പുറം പള്ളിപ്പറമ്പിൽ വീട്ടിൽ റോക്കി ജിതിൻ എന്ന റോക്കിയാണ് പിടിയിലായത്. ഇയാൾ നടുവേദനയ്ക്കുള്ള ഒറ്റമൂലി എന്ന വ്യാജേനയാണ് ചാരായ വിൽപ്പന നടത്തിയത്. ഇയാളുടെ പക്കൽ നിന്ന് 8 ലിറ്ററോളം ചാരായവും 10 ലിറ്റർ വാഷുമാണ് പിടികൂടിയത്. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി അനധികൃത മദ്യമയക്കുമരുന്ന് വിപണനത്തിനും വ്യാപനത്തിനുമെതിരെ എക്സൈസ് നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായുള്ള നിരീക്ഷണത്തിലാണ് നടുവേദനയ്ക്കുള്ള ഒറ്റമൂലി 100 ml 150 രൂപ എന്ന നിരക്കിൽ വ്യാപകമായി വിറ്റഴിക്കുന്നുണ്ടെന്ന വിവരം എക്സൈസിന് ലഭിച്ചത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഒറ്റമൂലി ചാരായമാണെന്ന് മനസ്സിലായത്. സ്ഥിരമായി വാങ്ങുന്ന ഏതാനും ചില പരിചയക്കാർക്ക് മാത്രമാണ് ഈ നടുവേദനയ്ക്കുള്ള മരുന്ന് നൽകുന്നത്. നേരത്തെ തന്നെ അയൽപ്പക്കക്കാർക്ക് മറ്റും ചാരായം മാറ്റുന്നതിന്റെ ഗന്ധമുണ്ടാകാതിരിക്കാൻ ഒറ്റമൂലിയാണ് താൻ ഉണ്ടാക്കുന്നതെന്നായിരുന്നു ഇദ്ദേഹം അറിയിച്ചത്. തുടർന്ന് ആയുർവേദ ഉൽപ്പന്നങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്തു. എന്നാൽ റോക്കി ജിതിനെ പിടികൂടി ചോദ്യം ചെയ്തതോടെയാണ് യൂട്യൂബിൽ നോക്കിയാണ് താൻ ചാരായം മാറ്റി പഠിച്ചതെന്നും പിടിക്കപ്പെടാതിരിക്കാനാണ് ഒറ്റമൂലി എന്ന രീതിയിൽ പരിചയക്കാർക്ക് മാത്രം ചാരായം നൽകിയതെന്നുമാണ് വിവരങ്ങൾ. മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതനുസരിച്ച് ആവശ്യക്കാർക്ക് ഡെലിവറി സൗകര്യവും ഇദ്ദേഹം നടത്തിയിരുന്നു. ഇയാൾ ചാരായം വാറ്റുന്നതിന് ഉപയോഗിച്ചിരുന്ന വാറ്റ് ഉപകരണങ്ങളടക്കമാണ് എക്സൈസ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അതേസമയം ക്രിസ്മസ് ന്യൂ ഇയർ അടുത്തതോടെ വ്യാജ വാറ്റുകളൊക്കെ ഇപ്പോൾ സജീവമാവുകയാണ്. യൂട്യൂബിലൂടെ വാറ്റ് പഠിച്ചതോടെയാണ് ഇപ്പോൾ പോലീസിനടക്കം ഇത് തലവേദനയാകുന്നത്. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് പിന്നാലെയാണ് നിരവധി കോളുകൾ വ്യാജവാറ്റും വിൽപ്പനയും സംബന്ധിച്ച് പോലീസിനെ തേടിയെത്തുന്നത്. വാറ്റ് കൂടിയതോടെ ഉണ്ടശർക്കര, വെള്ളം, വലിയ കറുവപ്പട്ട, താത്തിരിപ്പൂവ്, ബിസ്ക്കറ്റ്, അമോണിയ എന്നിവയ്ക്കും വില കൂടിയിരിക്കുകയാണ്. ഈ ചേരുവകളെല്ലാം ചേർത്ത് മൺകുടത്തിലോ പ്ലാസ്റ്റിക് പാത്രത്തിലോ നന്നായി കെട്ടിവെച്ച് ദിവസവും രാവിലെയും വൈകിട്ടുമൊക്കെ കുറച്ച് ഇളക്കിക്കൊടുത്ത് ഒടുവിൽ 8-9 ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ മിശ്രിതം വാറ്റുന്നതിന് പാകമാകുന്ന വാഷാണ് ഇപ്പോൾ എക്സൈസ് സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇനി പഴങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ചാരായമാണെങ്കിൽ ആവശ്യമുള്ള പഴങ്ങൾ വാഷിൽ ഉടച്ചു ചേർക്കുന്നു. പഴങ്ങൾ ചേർത്തതിന് പിന്നാലെ രാവിലെയും വൈകിട്ടുമൊക്കെ ഇളക്കണം. പഴങ്ങൾ ചേർത്തതിന് ശേഷം 14-15 ദിവസങ്ങൾ കഴിയുമ്പോൾ മാത്രമേ അത് വാറ്റുന്നതിന് പാകമാകുകയുള്ളൂ. ഇതിലൊന്നും ഒരു കിക്കും പോരാ എന്നുണ്ടെങ്കിൽ അട്ടയോ പല്ലിയോ പാറ്റയോ അല്ലെങ്കിൽ അമോണിയ, ഉപ്പ്, ബാറ്ററി, കാർബൺ പൊടിച്ചത് എന്നിവ ചേർക്കാം. ഇത് 15 ദിവസത്തോളം ഇളക്കി സൂക്ഷിക്കേണ്ടി വരും. വാറ്റ് കൂടിയതോടെ സൂപ്പർ മാർക്കറ്റുകളിൽ ഉൾപ്പെടെ ശർക്കരയുടെയും പഞ്ചസാരയുടെയും ഒക്കെ വിൽപ്പന വർദ്ധിച്ചു. ആയുർവേദ മരുന്നുകൾ, ഈന്തപ്പഴം, പൈനാപ്പിൾ ഉൾപ്പെടെയുള്ള പഴങ്ങൾ, ഈസ്റ്റ് എന്നിവയ്ക്കും വാറ്റ് വർദ്ധിച്ചതോടെ ഡിമാൻഡും കൂടിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ പിടിയിലായവരിൽ ഏറിയ പങ്കും ഇത്തരത്തിൽ വീടുകളിൽ തന്നെ ചാരായം വാറ്റുന്നതിനിടെയാണ് കുടുങ്ങിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തുരുത്തുകളും ഒറ്റപ്പെട്ട ഇടങ്ങളും കേന്ദ്രീകരിച്ച് വ്യാജമാറ്റ സംഘങ്ങൾ സജീവമായതോടെ പോലീസും എക്സൈസും കർശന പരിശോധനയുമായി രംഗത്തെത്തിയിരുന്നു. ഇക്കാലയളവിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ നിരവധി പേരാണ് പിടിയിലായത്. ഇതോടെയാണ് പലരും വീട്ടിൽ തന്നെ പ്രഷർ കുക്കറും മറ്റും ഉപയോഗിച്ച് ചാരായം വാറ്റാൻ ആരംഭിച്ചത്. ആവശ്യക്കാരേറെ ഉള്ളതിനാൽ ലിറ്ററിന് 2000 മുതൽ 3000 രൂപ വരെയാണ് പുത്തൻ വാറ്റുകാർ ഈടാക്കുന്നത്. അമോണിയ പോലുള്ള ശരീരത്തിന് ഹാനികരമായ രാസവസ്തുക്കൾ അശാസ്ത്രീയമായ അളവിൽ ഉപയോഗിച്ച് പലയിടത്തും ചാരായം നിർമ്മിക്കുന്നുണ്ട്. ഇത് അപകട ഭീതിക്കിടയാക്കുന്നുണ്ട്. വീടുകളിൽ സ്വന്തം ആവശ്യത്തിന് വാറ്റി ഉപയോഗിക്കുന്നവരെക്കാൾ അപകടകാരികളാണ് വിൽപ്പന ലക്ഷ്യം വെച്ച് ഇത്തരം രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നവർ. അതിനാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ വാറ്റുന്നവരെ കണ്ടെത്താൻ നാടൊട്ടുക്കും നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ പലചരക്ക് കടകളിലും മറ്റും ചാരായം വാറ്റുന്നതിനുള്ള സാമഗ്രികൾ ഉൾപ്പെടുത്തി വാറ്റ് കിറ്റുകൾ വരെ നൽകുന്നുണ്ടെന്നാണ് എക്സൈസിന് ലഭിച്ചിരിക്കുന്ന വിവരം. നേരത്തെ തന്നെ വാറ്റിന്റെ പിടിയിൽ അമർന്നപ്പോൾ എക്സൈസ് നിർവീര്യമാക്കിയ ഇടങ്ങളിലാണ് ഇപ്പോൾ പൂർവാധികം ശക്തിയോടെ ചാരായം ഒഴുകുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.